എന്നെ പോലുള്ള മടിച്ചികൾക്ക് വേണ്ടിയിട്ടാ തോന്നുന്നത്. മക്കള് സ്കൂൾ വിട്ട് വരാനാകുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ, എന്താ ഉണ്ടാക്കി വെക്കാന്ന്. കുട്ടീസിന് പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ. ബൗളിലേക്ക് 1 കപ്പ് റവയും 1 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഓൺ ആയില്ല, ഞാൻ നോക്കിയില്ല. അപ്പൊ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ച സമയത്ത് കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ജാറിലാട്ടോ അരിയുന്നത്, എനിക്ക് മടിയാ അരിയാൻ. കുറച്ച് സമയം അധികം എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് ക്യാബേജ് ഇട്ടിട്ടുണ്ട്, ഒരു സവാള ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് കുഞ്ഞതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും കൂടെ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാട്ടോ. പീസ് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലുള്ള മടിച്ചികൾക്ക് വേണ്ടിയിട്ടാ തോന്നുന്നത് ഇങ്ങനെ ഒരു മിക്സി കണ്ടുപിടിച്ചത് അല്ലെ. നിങ്ങൾക്ക് ഇത്ര മടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇതൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് വരാം. ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയിൽ. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്റെ മക്കള് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയാട്ടോ, അതാ ഞാൻ ക്യാബേജ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നല്ല മടിയാ അവർക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ. തോരനൊന്നും കഴിക്കുക പോലും ഇല്ല. സ്കൂളിൽ ചോറ് കൊണ്ടുപോയാലും കഴിക്കില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുവരും. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചോറായിരിക്കും കേട്ടോ ഉണ്ടാകുക, വേഗം അതായിരിക്കും കഴിക്കുക. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ലല്ലോ, സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ. ഇത് റവയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും 4 മണിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല രസമല്ലേ വെജിറ്റബിൾസ് ഒക്കെ കാണാന്. ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. സൈഡൊക്കെ ഇങ്ങനെ നല്ല മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ആവട്ടെ, അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണമൊക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാനത് 3 എണ്ണം ഒഴിച്ചപ്പോഴായി ഒരു ഷേപ്പ് ഇല്ലാതായിപ്പോയി. ഇതിന്റെ മറുഭാഗവും നന്നായി ഇതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ആയി വരുമ്പോഴില്ലേ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 2 ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെജിറ്റബിൾസിന്റെ എല്ലാ നമ്മള് ക്യാബേജും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവേ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.